ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ജയ്ഹിന്ദ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഈ ഓണ രുചികളിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നല്ല നല്ല ഓണ വിഭവങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും ഈ ഓണ രുചിയിലൂടെ ഞാൻ നല്ലൊരു പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. പായസം എന്താണെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ പേയാടുള്ളൊരു നീനി ചേച്ചിയാണ് നമുക്ക് വേണ്ടിയിട്ട് നല്ല പായസമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പായസമാണ് ഏതാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നേരെ അങ്ങ് ചേച്ചിയുടെ അടുത്ത് പോകുന്നു, ചേച്ചിനെ പരിചയപ്പെടുന്നു. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പായസം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ചേച്ചിനെ പോയി പരിചയപ്പെടുന്നു, ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയണു, എന്ത് പായസമാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കുന്നു. അതിനുശേഷം അതൊക്കെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ട് നന്നായിട്ട് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വെറുതെ ഇവിടെ നിൽക്കേണ്ട, എൻ്റെ കൂടെ നിങ്ങളും വരുന്നില്ലേ? അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നോടൊപ്പം ഇതാ നീനു ഉണ്ട്. അപ്പോൾ നീനു ഓണമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അതേപോലെ തന്നെ പായസമൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ? പക്ഷേ ഞാൻ ഇവിടെ വന്ന സമയത്ത് നീനുവിൻ്റെ ഫാമിലിയിൽ എല്ലാവരും റെഡിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഓണമൊക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അവരെയൊക്കെ ഒന്ന് വിളിച്ച് പരിചയപ്പെടണ്ടേ? അപ്പോൾ ഫാമിലി എല്ലാവരും ഇങ്ങോട്ടൊന്ന് വിളിച്ചാലോ? നീനു എന്നെ വിളിച്ചോളൂ. അപ്പൊ ഇതാണ് നീനുവിന്റെ ഫാമിലി അല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഇത് എന്റെ ഹസ്ബൻഡ് പേര് കിരൺ. എന്ത് ചെയ്യാണ്? ഓക്കെ ഓക്കെ. പിന്നെ മകളല്ലേ? ഇത് മോളുടെ പേര് ദേവതീർത്ഥ. ഒരാളെ ഉള്ളോ? അല്ല, ഇത് മോനാണ്. മോന്റെ പേരെന്താണ്? ഹലോ, ധ്യാൻദേവ്. ആ, പിന്നെ ഇത് അമ്മ. ഇത് എന്റെ അമ്മ. അപ്പൊ ഇത് ഹസ്ബൻഡിന്റെ അമ്മയാണ്. പേരെന്താണ് അമ്മയുടെ? പ്രേമകുമാരി. അമ്മയുടെ പേര്? അനിലകുമാരി. ഇത് മാമി. അപ്പൊ ഇത്രയും പേരാണല്ലേ? ഇനി ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും മറ്റേ ഓണമൊക്കെ അല്ലേ, അതിന്റെ കുറച്ച് പ്രിപ്പറേഷനിലും കാര്യങ്ങളിലൊക്കെ ആണല്ലേ? അപ്പൊ എല്ലാരും, അപ്പൊ നമുക്ക് എല്ലാരും കൂടെ ചേർന്നിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ? ഹാപ്പി ഓണം. അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് കുറെ ഇവിടെ ഇൻഗ്രീഡിയന്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണെന്ന് തോന്നുന്നല്ലേ? ഇത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതാണോ നീനുവിന്? അല്ല, നീനു തന്നെ സ്വയം ചെയ്യണതാണോ? സ്വയം ചെയ്യണ തന്നെയാണ് അല്ലേ? പക്ഷെ എന്നാൽ ആ ചിരിയിൽ എന്തോ ഒരു ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രഹസ്യം എന്തെങ്കിലും ഉണ്ടോ? കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്. കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുതിയ ആളല്ലേ അല്ലേ? ഒന്ന് റെഡിയാക്കിയിട്ടൊക്കെ വരട്ടെ അല്ലേ? എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാമല്ലോ, പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? നോക്കണം. അമ്മ എന്തൊന്നും മിണ്ടാതിരിക്കണേ? ഒന്നുമില്ല. ഓണമൊക്കെ ആയിട്ട് എന്താണ് പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പഴയ വിശേഷങ്ങൾ ഒരുപാടുണ്ടല്ലോ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പായസം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പൊ പായസമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ലാസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ ഒന്ന് കാണാം അല്ലേ? അപ്പൊ എന്തായാലും നീനുവിന് അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് വിടുവാണല്ലേ? ചെയ്യുമായിരിക്കും അല്ലേ? ചെയ്യുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഉറപ്പാണ്. അപ്പൊ അമ്മയുടെ ഉറപ്പാണ് എന്തായാലും. അപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറുക. നമ്മൾ പായസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പരിചയപ്പെട്ടു. അവരെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നീനുവിന്റെ പായസത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ കുക്കറിലോട്ട് പോവാം അല്ലേ? പേടിയുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. പേടിയും ടെൻഷൻ ഒന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് പേടിയില്ല ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നീനുവിന്റെ ഒരു പാട്ടോട് കൂടി തുടങ്ങിയാലോ? ഒരു ഓണപ്പാട്ടോട് കൂടി തുടങ്ങിയാലോ? നീനു എന്തായാലും പാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ പാടൂല എന്ന് പറയും. പക്ഷെ നിങ്ങൾ കൂടുതൽ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാം അല്ലേ? പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്തായാലും ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഒരു പാട്ടോട് കൂടി തുടങ്ങാം. കുഴപ്പമില്ല, പാടിക്കോളൂ. വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമട്ടില്ല താനും. കഴിഞ്ഞു. അപ്പൊ എന്തായാലും പാടിയല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പാട്ട് പാടാൻ അറിഞ്ഞൂടെന്നൊക്കെ പറഞ്ഞത്? സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പാടുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ചാൽ പാടുന്ന ഒട്ടുമിക്ക ആൾക്കാരും പഠിച്ചിട്ടൊന്നുമല്ല പാടുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ഈ ഓണ ദിവസമായിട്ട് നമുക്ക് എന്ത് പായസമാണ് ഉണ്ടാക്കി തരാൻ? ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് കുറെ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? എന്താണ് ആദ്യം എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം വേണ്ടത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് എത്ര പേർക്കുള്ളതാണ് ഇത്? ഇത് ഒരു 3 ലിറ്റർ പായസം വരും. 3 ലിറ്റർ പായസം വരും അല്ലേ? അത് എത്ര പേർക്കാണെന്ന്? ഒരു 10-12 പേർക്ക് കുടിക്കാൻ പറ്റും. അപ്പൊ ഇതാ ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് അല്ലേ? അതെ. ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ശർക്കര പാനി. ശർക്കര പാനി ഉണ്ട്. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്.
ഇത് രണ്ടാം പാല്. പാലാണ്. രണ്ടാം പാല്. ഇത് ഒന്നാം പാല്. ഒന്നാം പാല്. പിന്നെ ഇത് ചവ്വരി. ചവ്വരി. ഇത് കിസ്മിസ്. ഇത് തേങ്ങാക്കൊത്ത്. ഇത് നട്ട്സ്. പിന്നെ നെയ്യ്. ഇത് ഏലക്ക. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഈ പായസത്തിന് വേണ്ടത് അല്ലേ? ഇനിയിപ്പോ ആദ്യം എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ആദ്യം നമ്മള് ചെറുപയർ പരിപ്പിനെ വറക്കണം. അപ്പൊ അതിന് അടുപ്പ് കത്തിക്കണ്ടേ? അപ്പൊ ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ചോളൂ. ഇതിലാണ് ചെയ്യുന്നത്. അപ്പൊ കത്തിച്ചോളൂ. എന്ത് ചെയ്യാണ്? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ എന്തായാലും നമ്മൾ അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട് അല്ലേ? ഇനി അതിലേക്ക് പരിപ്പ്. അപ്പൊ അതിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് ഇടുവാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. പക്ഷെ കുട്ടി അധികം മിണ്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ മിണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയും ആൾക്കാരെയും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കാണുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. അത് ഇടയ്ക്ക് 2-3 പാട്ടൊക്കെ പാടി കഴിയുമ്പോഴേക്ക് അതൊക്കെ അങ്ങ് മാറിക്കോളൂ അല്ലേ? മറന്നില്ലേ? ഇനി എന്നെ കൊണ്ട് പാട്ടൊന്നും പാടിക്കരുത്. ഇനി പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും കൂടെ പോകുന്നാണ് പറയുന്നത് അല്ലേ? എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ പരിപ്പ് ഏകദേശം റെഡി ആയല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിനെ ഒന്ന് കഴുകി നമുക്ക് വേവിക്കണം. അപ്പൊ അതാരാണ് ചെയ്യേണ്ടത്? ഞാൻ കഴുകാം. സ്വന്തമായിട്ട് ചെയ്തോളൂ. ആരാ ചെയ്യേണ്ടത്? ഞാൻ തന്നെ ചെയ്തോളാന്നാണ്. അപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പ് റെഡിയായി. ചെറിയൊരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതുള്ളൂ അല്ലേ? ഇനി അതിനെ ഒന്ന് കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വറുത്ത പരിപ്പ് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഇവിടെ വെച്ചോളൂ. എന്താണ് എന്തെങ്കിലും പറയണ്ട? ഇല്ല. ഇനി നമുക്ക് ഉരുളി കത്തിച്ച് ഗ്യാസ് കത്തിച്ച് ഉരുളി കത്തിച്ച് ഇടയ്ക്ക് നമുക്ക് ഉരുളിയൊക്കെ കത്തിക്കാം, കുഴപ്പമൊന്നുമില്ല. ഉരുളിയും കത്തിക്കാം, ഗ്യാസും കത്തിക്കാം, എല്ലാം കത്തിക്കാം. ഇനി അതൊന്ന് ചൂടാവണ്ടേ? ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് ചൂടാകുന്ന സമയമാകുമ്പോഴേക്ക് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഡാൻസ് അങ്ങനെ കളിക്കാറുണ്ടോ? കോളേജില് ഇങ്ങനെ ഓണം ഫെസ്റ്റിവലിന് ഗ്രൂപ്പ് സോങ്. ഇവിടെ എവിടെയാണ്, ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോടാണ് പഠിച്ചത്. അപ്പൊ കോളേജിൽ എന്തായാലും സ്വാഭാവികമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തായാലും അവിടെ ആർട്സ് ഡേ ഒക്കെ കാണുമല്ലോ അല്ലേ? അങ്ങനെ ഡാൻസിലൊക്കെ സജീവായിരുന്നോ? അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല. എന്നാലും വേറെ കലാപരമായിട്ട് അങ്ങനെ വലിയ ആക്റ്റീവ് അല്ല. ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആളാണല്ലേ? പിന്നെ അപ്പൊ അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ്. അപ്പൊ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഉരുളി ചൂടായിട്ടുണ്ട്. ഉരുളിയും കത്തിച്ചിട്ടുണ്ട് അല്ലേ? ഉരുളി കത്തിച്ചിട്ടില്ല, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അത് ചൂടായി. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി നമുക്ക് ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചോളൂ. ഇതൊന്ന് ചൂടാവണം. തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ചവ്വരിയും ഈ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടെ ഇട്ട് എടുക്കണം അല്ലേ? അപ്പൊ അതെന്തായാലും അവിടെ ഒന്ന് ചൂടാവട്ടെ. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് എങ്ങനെയാണ്? ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ? ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. എന്റെ ബ്രദർ ഉണ്ട്, പുള്ളി ഷെഫാണ്. ഷെഫാണ്. എവിടെയാണ്? ഇപ്പൊ ക്രൂയിസിലാണ്. ഓക്കെ. അപ്പൊ പുള്ളി ഇവിടെ ലീവിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്? ഇവിടെ ആയിരുന്നു നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യാന്ന്. അപ്പം വീട്ടില് പരീക്ഷണം നമ്മൾ ഒന്നിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. എന്റെ ബ്രദർ ചെയ്യുന്നത് കണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സക്സസ് ആയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞങ്ങളിങ്ങനെ ബ്രദർ കേക്ക് ഒക്കെ ചെയ്യും. ഞങ്ങള് കൂടെ നിന്ന് കേക്കൊക്കെ ചെയ്യും അല്ലേ? അപ്പൊ കേക്ക് നമുക്കൊന്ന് ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു കേക്കും കൂടെ ഉണ്ടാക്കിയാലോ? ഇന്ന് വേണ്ട, ഇന്നൊരു ദിവസം ആക്കാന്നുള്ളത്. അപ്പൊ കേക്കൊക്കെ ചെയ്യും അല്ലേ? അല്ലാതെ കേക്ക് അല്ലാതെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, ഈ നമ്മുടെ ഓണ സമയത്ത് അമ്മയെ സഹായിക്കാറുണ്ടോ? ഓണ സമയത്ത് നമ്മള് സദ്യയാണ് മെയിന്. അതിൽ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാം. എന്താണ്? അച്ചാറുണ്ടാക്കും, പപ്പടം കാച്ചും, അതൊക്കെയാണ്. അങ്ങനത്തെ ചെറിയ വലിയ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കും അല്ലേ?
ഇത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാം, അതെങ്കിലും ചെയ്യോ എന്ന് ചോദിക്കേണ്ടി വരുമോ? വേണ്ട, അമ്മ ചെയ്ത് സഹായിക്കാറുണ്ടല്ലേ? ഇതിപ്പോ ആയോ, റെഡി ആയോ? ഇല്ല, ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നേ ഉള്ളൂ. ഇനി സമയം എടുക്കുമല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ട് നല്ലൊരു ബ്രേക്ക് പറഞ്ഞു. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അപ്പൊ നമ്മുടെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലേ? ഇനി എന്താണ്? ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഈ പരിപ്പ് ഇതിനകത്ത്. അപ്പൊ ഇട്ടോളൂ. ഇനി ഇതിന്റെ കൂടെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചൗവരിയും കൂടെ ഇട്ടു. ഇനി അതിന്റെ കൂടെ ചൗവരിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് വരണ്ട് വരണം. ഇനിയാണ് എന്ത് വരണം? വരട്ടിയെടുക്കണം. ഇനി നന്നായിട്ട് അതിനൊന്ന് വരട്ടിയെടുക്കണം അല്ലേ? നേരത്തെ നമ്മൾ ഇൻട്രോയിൽ ഒരു അമ്മ പാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു? മാമിയാണ്. അപ്പൊ മാമിനെ ഇങ്ങോട്ട് വിളിച്ചാലോ? നല്ലൊരു ഓണപ്പാട്ടൊക്കെ കേട്ടാലോ? അപ്പൊ മാമിനെ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയാണ്. മാമി വന്നോളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മാമിയുടെ പേരൊക്കെ പറഞ്ഞേ. രമാദേവി. ടീച്ചറാണ്. ഏത് റിട്ടയർഡ് ടീച്ചറാണ്. എവിടെയായിരുന്നു? ഇവിടെ തന്നെയുള്ള സ്കൂളിലാണോ? ചോളൂർ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണപ്പാട്ടൊക്കെ പാടും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് നീനുന്റെ ഹസ്ബൻഡും പാടുന്നു പറഞ്ഞു, മാമിയും പാടുന്നു പറഞ്ഞു. അപ്പൊ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്? ഒരു കവിതയാണ്. ഒരു കവിത വളരെ ഇഷ്ടമുള്ള ഒരു കവിതയാണ്. അപ്പൊ നമുക്ക് കുഞ്ഞിരാമൻ നായർ സാറാ കവിതയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടാലോ? അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ? വന്നു പോയി ചിങ്ങമാസം ചെമ്പോളിപ്പട്ടു ചരടിൻ തുമ്പിൽ തുമ്പികൾ പാറി പറമ്പു തോറും ആനന്ദമത്തിൽ മതിമറന്നീട്ടാർപ്പു വിളിച്ചു പനങ്കിളികൾ ചെല്ലച്ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവല്ലികളും പുത്തനം തങ്കക്കുടക്കടുക്കൻ മുക്കുറ്റി കുഞ്ഞിൻ്റെ കാതിൽ കണ്ടു കുന്നത്തോ വാഴും ഇളമുളകൾ പൊന്നോണവില്ലിനു ഞാണു കെട്ടി കല്ലിലും മുള്ളിലും കാലുവച്ചു തുള്ളിക്കളിപ്പു തകരക്കുട്ടൻ എന്നും എങ്ങുമൊരാഹ്ലാദ കോളിളക്കം എങ്ങുമൊരാനന്ദത്തോ വെളിച്ചം എങ്ങുമൊരാനന്ദത്തോ വെളിച്ചം. അടിപൊളി. ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ഒരു ഓണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണായി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ള പാട്ടുകളും കവിതകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം അല്ലേ? ഇപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മ പഴയ കാലത്തിലോട്ടൊക്കെ ഒന്ന് പോയി വന്നില്ലേ? ആ ഒരു പാട്ടില് പഴയ കാലത്തൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിക്കണത് അല്ലേ? അതെന്തായാലും നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. എനിക്കൊന്ന് ആദ്യം തന്നെ ഈ പാട്ട് നമുക്ക് കേൾക്കണം. അപ്പൊ കുറച്ചുകൂടെ നീനുവിനൊക്കെ കുറച്ചുകൂടെ ഒരു ഉണർവ് വന്നേനെ അല്ലേ? എന്തായാലും മനോഹരമായിട്ടുള്ള തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമലങ്കരിച്ചു തിരുമേനിയേഴും നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. തമ്പുരാനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പാടി പോണത്. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളുടെ ഓണത്തിന്റെ ഞങ്ങളുടെ ആദ്യത്തെ നമ്മുടെ
ഇങ്ങോട്ട് വരൂ. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഇതാ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടോട് കൂടി തന്നെയാണ് തുടങ്ങിയത്. അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? എല്ലാവർക്കും ഉണ്ടാവട്ടെ. ലോകം മുഴുവനും ലോക സമസ്ത സുഖിനോ ഭവന്തു. അതാണ്. അപ്പൊ എന്തായാലും അമ്മ നമ്മള് ഇപ്പം ഏകദേശമൊക്കെ പായസത്തിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുവാണ്. അപ്പൊ എന്തായാലും ഇത് ലാസ്റ്റ് എന്താവുന്നു നോക്കണ്ടേ അല്ലേ? നോക്കണം. അപ്പൊ എന്തായാലും അമ്മ അങ്ങോട്ട് മാറിക്കോ. നമ്മൾ ലാസ്റ്റിൽ പായസമൊക്കെ റെഡി ആയിട്ടാകുമ്പോൾ അമ്മയൊക്കെ വിളിച്ചിട്ട് നമുക്ക് എന്തായാലും ടേസ്റ്റ് ഒക്കെ ചെയ്യാം അല്ലേ? ജയ്ഹിന്ദ് ടിവിക്ക് എൻ്റെ എല്ലാവിധ ഓണാശംസകളും നേരും. അതാണ്. അല്ല അമ്മയെ നമ്മൾ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. പായസമൊക്കെ റെഡി ആയിട്ടാകുന്ന സമയത്ത് എന്തായാലും നമ്മൾ അമ്മയെ വിളിക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ അമ്മയുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിങ്ങനെ ഇട്ട് എന്ത് ചെയ്യായിരുന്നു? ഇത് ഇളക്കി ഇതിങ്ങനെ ഇളക്കി 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 ഇതിലെന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്ത എന്തായിരുന്നു? ചവ്വരിയും പരിപ്പും കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇപ്പൊ നിന്ന് കുറുകി വന്നിട്ടുണ്ടല്ലേ? പയറുപരിപ്പാണ്. എന്നെയും കൂടെ തെറ്റിച്ചു. പയറുപരിപ്പ് ഇട്ട് കൊടുത്തു. പക്ഷെ എഴുതി തന്ന അല്ല അവിടെ നിന്ന് പറഞ്ഞു തന്നതിൽ എന്തായിരുന്നു പറഞ്ഞത്? അമ്മ പറഞ്ഞു തന്നതിൽ പയറുപരിപ്പ് തന്നെയാണ് അല്ലേ? മാറിപ്പോയതാണ്. അപ്പൊ എന്തായാലും പയറുപരിപ്പൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് റെഡി ആയിട്ടുണ്ടല്ലേ? നല്ല കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താണ്? രണ്ടാം പാലിടാം. ഉറപ്പാണോ? ഒന്നാണോ രണ്ടാണോ? ഉറപ്പ് തന്നെയാണോ? അപ്പൊ ഇതിൽ ഏതാണ് രണ്ടാം പാല്? ഇതാണ്. ഇതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? കണ്ടറിയാൻ പറ്റല്ലേ? അപ്പൊ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പൊ രണ്ടാം പാല് നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലൊന്ന് വെന്ത് വന്നിട്ട് ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമുക്ക് എടുക്കാം. ഇത് ഈ പായസം ഇപ്പൊ നമ്മളിപ്പോ ഈ പായസം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാരാണ്? അമ്മയാണ്. അമ്മ പണി തന്നെയാണോ? അതെ, ആണല്ലേ? അമ്മ പണിയത്. കാരണം എന്തായാലും നീ കിച്ചണിൽ കയറുന്നില്ല. അപ്പൊ നീ ഇങ്ങനെയെങ്കിലും ഒന്ന് ജോലി ചെയ്യ് എന്നാണോ പറഞ്ഞത്? ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തത് ഏതായിരുന്നു? രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് ജസ്റ്റ് അപ്പൊ അതിലേക്ക് ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിക്കട്ടെ? ഇനി ഇത് തിളയ്ക്കണം. ഇത് ഇനി ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പൊ അതിന്റെ ആ ചൂടാകുന്ന സമയത്ത് നമുക്ക് വേറെ എന്തോ ഒരു പ്രോസസ്സും കൂടെ ഇല്ലേ? തേങ്ങാക്കൊത്തും നട്ട്സും വറുത്തിടാം. അപ്പൊ ആദ്യം നമുക്ക് ഈ പാത്രം കത്തിക്കാം അല്ലേ? അടുപ്പ് കത്തിക്കാം. ഇനി ഇതിലേക്ക് അല്ല ചൂടാവണ്ടേ? ഇല്ല അത് വേണ്ട, ആയിക്കോളൂ. ചൂടാവണ്ടെന്ന് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞായിരുന്നു. ജസ്റ്റ് പാത്രം വെച്ച ഉടനെ തന്നെ ഒഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ചൂടായിക്കോളൂ. അപ്പൊ നെയ്യ് ഒഴിച്ചു. അതൊന്ന് ചൂടാവണം. ഇത് ചൂടായി. തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ടോളൂ. അപ്പൊ തേങ്ങാക്കൊത്ത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നട്ട്സ് ഇതിലേക്ക് നട്ട്സ് ഇടുവാണ്. അപ്പൊ നമ്മുടെ ബ്രൗൺ കളർ ആയി അല്ലേ? ഇനി അതിലേക്ക് കിസ്മിസും കൂടെ ഇട്ടോളൂ. അപ്പൊ ഇതായി. ഇനി അതിനങ്ങോട്ടൊന്ന് മാറ്റുവാണ് അല്ലേ? അപ്പൊ അത് അങ്ങോട്ടേക്ക് പായസത്തിന്റെ മുകളിലോട്ടൊന്ന് വിതറിക്കോളും. നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും ഈ മണം എന്തായാലും കിട്ടത്തില്ല. കാണാനേ പറ്റത്തുള്ളൂ അല്ലേ? കണ്ടിട്ട് കൊതി വിടരുത്, കണ്ടാൽ മാത്രം മതി അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ആയി, റെഡി ആയി, സക്സസ് ആയി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം.
അപ്പോൾ എന്തായാലും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നീനു റെഡിയാക്കി തന്ന പായസം റെഡി ആയിട്ടുണ്ട്. എന്ത് പായസമാണ്? ചെറുപയർ പരിപ്പ് പായസം. ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് ആദ്യം കണ്ടോളൂ. അപ്പം നിങ്ങൾ പായസമൊക്കെ കണ്ണ് നിറച്ച് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ അങ്ങനെ പായസം ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ പായസം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് വേറൊരാളെ കൂടെ വിളിക്കാനുണ്ട്. കാരണം എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഹസ്ബൻഡിന് പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് വിളിച്ചാലോ? പണി കൊടുക്കാനൊന്നുമല്ല, നമുക്ക് വിളിക്കാം, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാം എന്തായാലും. അപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കാം. ഹലോ. ഹായ്. കിരൺ. കിരൺ. അപ്പോൾ എന്തായാലും ചേട്ടൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നീനു പറഞ്ഞു ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അത് ഉള്ളതാണോ, സത്യമാണോ? ഒട്ടും സത്യമല്ല. പക്ഷെ നന്നായിട്ട് നന്നായിട്ട് പാടുന്നു പറഞ്ഞു. ഞാൻ പാടിയ എല്ലാവരും പാടും. എന്നാലും 2 ലൈൻ പാടുന്നുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഒട്ടും പാടുന്നില്ല. അപ്പോൾ എന്തായാലും ഒട്ടും പാടുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാട്ട് പാടുന്നില്ല. ഈ നീനു ഇതിനു മുമ്പ് ഈ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? നീനു കഴിച്ചിട്ടുണ്ട്. സാധാരണ കൂടുതൽ ഉണ്ടാക്കുന്നത് പാൽപ്പായസമാണ്. കാരണം മക്കൾക്ക് പാൽപ്പായസമാണ് ഇഷ്ടം. മിക്കവാറും ഒരു മാസത്തിലൊക്കെ പാൽപ്പായസം ഉണ്ടാക്കും. അല്ലാതെ നമ്മൾ ഓണങ്ങളിലും കുട്ടികളുടെ പിറന്നാളിലൊക്കെ നമ്മൾ സാധാരണ ഈ അടപ്പായസം പ്രഥമനാണ് സാധാരണ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇത് ആദ്യമായിട്ടാണോ ഉണ്ടാക്കണേ? ഈ പായസം നീനു ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് നീനു ആദ്യമായിട്ട് ഉണ്ടാക്കിയ പായസം എങ്ങനെയാണെന്ന് എന്തായാലും അറിയണ്ടേ? അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് 2 പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 2ലേക്കും സെർവ് ചെയ്തോളൂ. ആദ്യം എന്തായാലും ചേട്ടൻ തന്നെ ആയിരിക്കും ടേസ്റ്റ് നോക്കണത്. ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. പായസം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് ഇതാ ചേട്ടൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ചൂടുണ്ട്. എങ്ങനെയുണ്ട്? സ്വന്തം പായസം നന്നായിട്ടുണ്ടല്ലേ? ഒരു ഇതുമില്ല, ഒന്നും പറയാനില്ല, നന്നായിട്ടുണ്ട്. ആണല്ലേ? എന്തായാലും ഭർത്താവ് എന്തായാലും ഭാര്യയ്ക്ക് നല്ല മാർക്ക് എന്തായാലും കൊടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഓണ ദിവസമാണ്, ആദ്യത്തെ ഓണമാണ്. ഐശ്വര്യമായിട്ട് ഞാൻ പായസം കുടിച്ച് തുടങ്ങാൻ പോവുകയാണ്. നല്ല ചൂടുണ്ട്. അവർ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. പക്ഷെ ഞാൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ചൂടായത് കാരണം എനിക്ക് അങ്ങ് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്തായാലും ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചൂടാണെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നന്നായിട്ടുണ്ട്, നല്ല പായസം. ഇത് വാരി കോരിയിട്ടൊക്കെ ഇങ്ങനെ കുടിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായത് കാരണം. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു പായസം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജയ്ഹിന്ദ് TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തന്നെ സെലക്ട് ചെയ്തതിന് സന്തോഷം. അമ്മയാണല്ലോ ഈ പായസം സെലക്ട് ചെയ്തത്? അമ്മയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ എന്തായാലും മനോഹരമായിട്ടുള്ള പായസമാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എല്ലാ ജയ്ഹിന്ദ് TV പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം ഈ ഓണത്തിന് ഇങ്ങനൊരു പായസം കഴിക്കാനും അതേപോലെ തന്നെ കിരൺ ചേട്ടൻ്റെയും നീനുവിൻ്റെയും വീട്ടിൽ വരികയും എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ അമ്മയുടെ പാട്ട് വളരെ മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ ആയിരുന്നു. എന്തായാലും തുടക്കം തന്നെ നല്ലൊരു ഓണപ്പാട്ടോട് കൂടി തന്നെ നമ്മൾ തുടങ്ങി. എന്തായാലും വളരെ സന്തോഷം. ഇനി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജയ്ഹിന്ദ് TVയുടെ വക നല്ലൊരു ഓണം ആശംസിക്കുന്നു.